പുതിയ ഇറക്കുമതിയായ RD350 വിശേഷങ്ങളൊന്ന് പറയാമോ? പുതിയ ഇറക്കുമതിയല്ലേ? പുതിയെന്ന് ഞാൻ ഉദ്ദേശിച്ച എത്ര ആളെ നമുക്ക് ഞാനിപ്പോ എടുത്തിട്ട് 1.5 കൊല്ലം ഈ ഇറക്കുമതി എന്ന് പറഞ്ഞാൽ എന്റെ ഇതിലേക്ക് പറയുകയാണെങ്കിൽ കറക്റ്റ് ആണ്, പുതിയ ഒരു ഇറക്കുമതി തന്നെയാണ്. പിന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ 1985 മോഡല് RD350 ആണിത്. ഇത് റീ രജിസ്റ്റേർഡ് ആണ്. ഇത് പാലക്കാട് രജിസ്റ്റേർഡ് വണ്ടിയാണ്. ഞാൻ എടുക്കുമ്പോൾ പാലക്കാട് രജിസ്ട്രേഷനിലാണ് എനിക്ക് കിട്ടിയത്. KL9 കിട്ടിയത് വണ്ടി. പിന്നെ ഒരുവിധം ഇപ്പൊ ഈ RDയെ പറ്റി അറിയാവുന്നവർക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. US സ്പെക്ക്, ഇന്ത്യൻ സ്പെക്ക്, UK സ്പെക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ മൂന്ന് സ്പെക്കുകളിലാണ് ഈ വണ്ടി വരുന്നത്. ഇന്ത്യൻ സ്പെക്കും ഉണ്ട്, US സ്പെക്കും ഉണ്ട്. അപ്പൊ എനിക്ക് കൂടുതൽ താല്പര്യം US സ്പെക്കിലേക്ക് ആക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ US സ്പെക്കിലേക്ക് ആക്കി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് സ്പീഡോമീറ്റർ, സൈലൻസർ, ഡിസ്ക്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ US സ്പെക്കിലേക്ക് ആക്കിയിട്ടുണ്ട്. നമുക്ക് വണ്ടി കിട്ടുമ്പോൾ ഇന്ത്യൻ സ്പെക്കിലായിരുന്നു അതോ? വണ്ടി കിട്ടുമ്പോൾ എനിക്ക് എൻ്റെ ഉണ്ടായിരുന്ന സ്പീഡോമീറ്റർ RD400 സ്പീഡോമീറ്റർ ആയിരുന്നു. വണ്ടി കിട്ടുമ്പോൾ ഉണ്ടായിരുന്ന കണ്ടീഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പൊ നിലവിൽ ഈ പറയുന്ന പോലെ സ്പീഡോമീറ്റർ ഞാൻ US സ്പെക്ക് ആക്കി. പിന്നെ ഒന്നുകൂടി ഒന്ന് റീസ്റ്റോർ റീസെന്റ് റീസ്റ്റോർ ചെയ്തിട്ടുള്ളൂ. അതിന് മുമ്പ് വണ്ടി കിട്ടുമ്പോൾ എൻ്റെ കയ്യിൽ കിട്ടുമ്പോഴും ഓൾമോസ്റ്റ് നമുക്ക് ഓടിക്കുക എന്നുള്ളൊരു കണ്ടീഷനിൽ തന്നെയായിരുന്നു വണ്ടി. നല്ല വണ്ടി തന്നെയായിരുന്നു, റണ്ണിങ് കണ്ടീഷൻ ആയിരുന്നു. അതെ, നല്ല റണ്ണിങ് കണ്ടീഷനിൽ തന്നെയാണ് വണ്ടി. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിന്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇതിന് ഡ്യുവൽ കാർബേറ്ററാണ് വരുന്നത്. അതുപോലെ തന്നെ ഡ്യുവൽ സൈലൻസർ വരുന്നത്, 2 സൈലൻസറാണ് വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി പണ്ട് കാലത്ത് ഒരു സൂപ്പർ ബൈക്ക് കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു വണ്ടി ആയിരുന്നു. പിന്നെ പണ്ടത്തെക്കാട്ടിയും ഇപ്പോഴാണ് ഈ വണ്ടിക്ക് ഫാൻസ് കൂടിയത്. എനിക്കൊന്ന് ഭയങ്കര ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ട്. അതെ, ഇത് ട്രെൻഡ് ആണെങ്കിൽ പോലും ഇപ്പൊ ഈ വണ്ടി നല്ല വണ്ടി കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം. നല്ല വണ്ടി കിട്ടുക, ഇനിയിപ്പോ നല്ല വണ്ടി കിട്ടിയില്ലെങ്കിൽ പോലും മോശം വണ്ടി ആണെങ്കിൽ പോലും അവർ ചോദിക്കുന്ന പ്രൈസ് എന്നൊക്കെ പറഞ്ഞാൽ മോഹവിലയാണ്. അവരുടെ കയ്യിൽ വണ്ടി ഉണ്ടെങ്കിൽ അവര് പറയുന്നതാണ് വില. അവിടെ ഇന്നതാണ് മാർക്കറ്റ് ആണെന്ന് നോക്കിയിട്ട് കാര്യമില്ല. എനിക്കൊന്നും ഉള്ളവരും കൂടുതലും ആരും കൊടുക്കാൻ ആഗ്രഹിച്ച് വാങ്ങിച്ചവരാരും കൊടുക്കാൻ സാധ്യത കുറവാണ്. ഫിനാൻഷ്യൽ ക്രൈസിസ് വരുന്നവർ മാത്രമേ കൊടുക്കൂ. അല്ലാത്ത പക്ഷം ആരും കൊടുക്കാൻ സാധ്യത വളരെ കുറവാണ്. ഓക്കെ. അല്ല, ഇപ്പൊ നമ്മൾ നേരത്തെ റീസ്റ്റോർ ചെയ്തെന്ന് പറഞ്ഞല്ലോ. അപ്പൊ റീസ്റ്റോറേഷന്റെ ഭാഗമായിട്ട് എന്തൊക്കെയാ ചെയ്തേക്കുന്നത് ഒന്ന് ഡീറ്റെയിൽ ചെയ്യാം. റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ് ഇത് പ്ലേറ്റ് ചെയ്യിച്ചു വണ്ടി. ഇതിന്റെ ഈ പറയുന്ന പോലെ ക്രോം പ്ലേറ്റിംഗ് ചെയ്തു. ക്രോം പ്ലേറ്റിംഗ് വേണ്ടടുത്തെല്ലാം ഞാൻ അത് കംപ്ലീറ്റ് ആയിട്ട് പ്ലേറ്റ് ചെയ്യിച്ചു. സെന്റ് മേരീസ് കേട്ടിട്ടുണ്ടോ? ഞാൻ കൊടുത്തത്. അത് ഈ പറഞ്ഞ പോലെ പാലാപ്പുറത്താണ്. എനിക്ക് തോന്നുന്നു ഒരുമാതിരി നല്ല ക്വാളിറ്റിയിൽ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ഗംഭീരമായിട്ട് ചെയ്യുന്നത്. എല്ലാ ബുള്ളറ്റ് അംബാസഡറിന്റെ ഒക്കെ അവിടെ അവര് ഭയങ്കര നോൺ ആയിട്ടുള്ള ആൾക്കാരാണ്. ഗ്യാരണ്ടീഡ് വർക്കുമാണ് അവരുടെ. ഭയങ്കര ഗ്യാരണ്ടീഡ് വർക്കാണ്. ടൈം കൂടുതൽ എടുക്കുന്നു, പക്ഷെ ടൈം കൂടുതൽ എടുക്കുമ്പോൾ അതിന്റെ റിസൾട്ട് നമുക്ക് ഇവിടെ വണ്ടിയിൽ കിട്ടുന്നുണ്ട്. കാഞ്ഞിരപ്പള്ളിയാണ് എന്റെ അറിവ് ശരിയാണെങ്കിൽ കാഞ്ഞിരപ്പള്ളി. കാരണം നമ്മുടെ വണ്ടി പണിയുന്നതും വണ്ടിയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഇപ്പൊ തന്നെ RD പ്രാന്തന്മാർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പേരായിരിക്കും ഹർഷൻ അല്ലെങ്കിൽ കിരൺ എന്നൊക്കെ പറഞ്ഞാൽ. ഈ ഹർഷൻ എന്ന് പറയുന്ന ആശാനാണ് എന്റെ അറിവ് ശരിയാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ RD ട്യൂൺ ചെയ്യുന്ന ആള് ആശാനാണ്. ഹർഷൻ ആശാൻ ആലുവയിലാണ് ആളുടെ സ്ഥലം. അപ്പൊ അവിടെയാണ് ആൾക്ക് വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ഹർഷൻ ആശാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RDയുടെ ഡയറക്റ്റ് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളാണ്. യമഹ ജപ്പാനിൽ, എനിക്ക് തോന്നുന്നു എന്റെ അറിവ് ശരിയാണെങ്കിൽ ജപ്പാനിൽ പോയിട്ട് RDയുടെ ട്രെയിനിങ് നേടിയിട്ടുള്ള വൺ ഓഫ് ദ റെയർ മെക്കാനിക്സ് ഇൻ ഇന്ത്യ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തിയാണ് ഹർഷൻ എന്ന് പറയുന്നത്, ഹർഷൻ ആശാൻ. അപ്പോ ഈ വണ്ടി എടുത്തതിലും ആശാന്റെ മോന് വലിയൊരു പങ്കുണ്ട്. കിരണാണ് എനിക്ക് ഇങ്ങനെ ഒരു ലീഡ് തരുന്നത്, ഇങ്ങനെ ഒരു വണ്ടി ഉണ്ട്. അപ്പോ കിരൺ വഴിക്കാണ് എനിക്ക് ഈ ബൈക്ക് കിട്ടുന്നത് സത്യം പറഞ്ഞാൽ. പിന്നെ നമ്മൾ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും കിരണിനോട് ചോദിച്ചിട്ടേ ഞാൻ ചെയ്യാറുള്ളൂ. കിരൺ എന്ന് പറയുന്നത് ഹർഷനാശാന്റെ മകനാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു സ്ഥലം മാതിരിയാണ് RD. നമുക്ക് വിശ്വസിച്ച് അവിടെ കൊടുക്കാം. നമ്മളെ വണ്ടി അവിടെ എത്ര ദിവസം വെച്ചാലും കുഴപ്പമില്ല. ആളുടെ വണ്ടി പോലെ തന്നെ ഫുൾ പ്രൂഫ് ആണ്. നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി അത് ഇത്തിരി സമയം കൂടി എടുത്താലും വളരെ നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടും കെയറോട് കൂടി വണ്ടി നമുക്ക് പണിത് തരും. സ്വന്തം അത് വെച്ചാൽ എനിക്ക് ആ വർക്ക്ഷോപ്പിനോടും ആ വർക്ക്ഷോപ്പിലുള്ള രണ്ടുപേരോടും ഉള്ള ഒരു ഇഷ്ടം എന്ന് പറയുന്നത് തന്നെ ഇപ്പൊ എന്റെ വണ്ടി എന്നല്ല, ആരുടെ വണ്ടി കൊണ്ടു കൊടുത്താലും അത് സ്വന്തം വണ്ടി പോലെ ടേക്ക് കെയർ ചെയ്യും. തീർച്ചയായും
നമുക്ക് അതാണല്ലോ വേണ്ടത്. തീർച്ചയായും നമുക്ക് ഉള്ള ഒരു ടെൻഷനും അതാണ്. നമ്മൾ വണ്ടി എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ നോക്കുന്ന മാതിരി ഉണ്ടാവും എന്നുള്ള ആ ഒരു ടെൻഷൻ എനിക്ക് തോന്നുന്നു എല്ലാ വണ്ടി ഭ്രാന്തന്മാർക്കും ഉള്ള ഒരു ടെൻഷനാണ്. നമുക്ക് ഇവിടെ കൊടുത്ത അങ്ങനെ ഒരു ടെൻഷൻ, അതായത് എന്തും പറയും ചേട്ടാ ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ നല്ലതായിരിക്കും, ചേട്ടാ അത് ചെയ്യണ്ട, അത് അപ്പൊ നമുക്ക് സൊല്യൂഷൻസ് തരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്യാനല്ല പറയുന്നത്, നമ്മുടെ വണ്ടിക്ക് ഇണങ്ങുന്നത്, നമ്മുടെ പോക്കറ്റിന് ഇണങ്ങുന്ന രീതിയിൽ അത് ചെയ്യാൻ ഇപ്പൊ കിരണാണെങ്കിലും ഭയങ്കരമായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്തു തരാം. അതായത് നമ്മുടെ മനസ്സറിഞ്ഞ് ചെയ്യാനുള്ള ഒരു കറക്റ്റ്. അതുപോലെ തന്നെ ആശാന്റെ അടുത്ത് നമ്മൾ ആശാൻ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബൈക്ക് ആണെങ്കിൽ നമുക്ക് പിന്നെ തിരിഞ്ഞു നോക്കണ്ട. ഞാൻ എപ്പോഴും ചോദിക്കും ആശാനെ ഓടിച്ചു നോക്കിയ വണ്ടി, ഓടിച്ചു നോക്കി, അത് നമ്മളെ സംബന്ധിച്ച് ഒരു ഫൈനൽ ടെസ്റ്റ് ഓക്കെ എന്നുള്ളൊരു സീല് കിട്ടുന്നതിന് തുല്യമാണ് ആള് വണ്ടി ഓടിച്ചു നോക്കി കഴിഞ്ഞാൽ. അപ്പോ അതാണ് എനിക്ക് വേറുള്ള ഒരു ഏറ്റവും വലിയൊരു സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു വർക്ക്ഷോപ്പ് നമുക്ക് എപ്പോ വിളിച്ച് നമുക്ക് കൊണ്ട ചെന്ന് കഴിഞ്ഞാലോ, അല്ലെങ്കിൽ നമുക്ക് വിളിച്ചിട്ട് എടുത്തില്ല, തിരക്കായിരിക്കും, സ്വാഭാവികമായിട്ടും തിരിച്ച് വിളിക്കും, കാര്യങ്ങൾ ചോദിക്കും, നമുക്ക് വേണ്ട. ഇവിടെ വന്ന് എനിക്ക് പലപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്റെ വീട്ടിൽ. എന്റെ വീട്ടിൽ നിന്ന് ആലോ ഒരു എങ്ങനെ പോലെ ഒരു എബൌട്ട് 25 കിലോമീറ്റേഴ്സ് ഉണ്ട് വൺ സൈഡ്. എന്നാൽ പോലും അവർ ഇവിടെ വന്ന് വണ്ടി എടുക്കാറുണ്ട്, ഇവിടെ വന്ന് വണ്ടി ചെക്ക് ചെയ്യാറുണ്ട്, ഇവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകാറുണ്ട്. നമുക്ക് എല്ലാ തരത്തിലും ഒരു പുതിയ വണ്ടി എടുത്തിട്ട് കിട്ടുന്ന അതേ സർവീസ് സപ്പോർട്ട് എനിക്ക് തോന്നുന്നു. അത് തന്നെയാണ് തോന്നുന്നത് ഒരു ഏതൊരു വിന്റേജ് വണ്ടി ഉള്ള ആൾക്കും വേണ്ട ഏറ്റവും വലിയൊരു സപ്പോർട്ട്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു സാധനം അത് തന്നെ. നമ്മൾ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം അതാണ്, നല്ല സർവീസും. അബ്സല്യൂട്ട്ലി. അത് രണ്ടും കിട്ടിയാൽ തന്നെ നമ്മളുടെ പകുതി ടെൻഷനും കാര്യങ്ങളും മാറി കിട്ടും. ഉറപ്പായിട്ടും നമ്മളുടെ പിന്നെ നമുക്ക് പിന്നെ പേടിയില്ല. നമ്മളൊരു 100 രൂപ മുടക്കി കഴിഞ്ഞാൽ ഓക്കെ, ആ മുടക്കിയ 100 രൂപയ്ക്കുള്ള സാധനം നമ്മുടെ കയ്യിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ള വിശ്വാസം നമുക്ക് വരും. തീർച്ചയായും. അപ്പൊ ഇതുപോലെ തന്നെ ഈ വണ്ടിക്ക് ഒരു കാർബറേറ്ററിന്റെ ഇഷ്യൂ വന്നപ്പോഴത്തേക്കും പുതിയതിലേക്ക് പോകുന്നതിനെ പറ്റി ഞാൻ ചിന്തിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും എന്നോട് കിരൺ പറഞ്ഞു, ചേട്ടാ നമുക്കൊന്ന് നോക്കാം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നൊന്ന് ട്രൈ ചെയ്യട്ടെ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്നാ ട്രൈ ചെയ്യുന്നു പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് 22,000 രൂപയുടെ ചെലവ് വരുന്ന സാധനം കിരൺ എനിക്ക് നിസ്സാര റേറ്റിനത് ആ കാർബറേറ്റർ എനിക്ക് ക്ലിയർ ചെയ്ത്. അപ്പൊ എന്നോട് പറഞ്ഞു ചേട്ടാ നമുക്ക് നോക്കാം, ചിലപ്പോ കിട്ടും ചിലപ്പോ കിട്ടില്ല. പക്ഷെ എനിക്ക് ദൈവഭാഗ്യം കൊണ്ട് ഇപ്പോഴും എനിക്ക് ആ കാർബറേറ്ററിന് ഒരു കുഴപ്പമില്ല. മനസ്സിലായി. അപ്പൊ അതാണ് നമുക്ക് കിട്ടുന്ന ആ സപ്പോർട്ട്. കിരണ് വേണമെങ്കിൽ പറയാൻ ചേട്ടാ അത് മാറ്റിക്കോന്ന് പറഞ്ഞാൽ മതി. തീർച്ചയായും. പക്ഷെ അത് ചെയ്തില്ല. എനിക്ക് അത്രയും എമൗണ്ട് അവിടെ കുറച്ചേ ആയിട്ടുള്ളൂ. അതെ, അതൊരു വലിയ ഭാഗ്യം തന്നെയാണല്ലോ. നമ്മളൊരു റെസ്റ്റോറേഷൻ ചെയ്യുമ്പോൾ അത് എത്ര എമൗണ്ട് എന്നുള്ളതല്ല, ഒരു ഇത്രയും ഇത് കിട്ടുമ്പോൾ നമുക്ക് ഒന്നല്ലെങ്കിൽ അത് വേറൊരു കാര്യത്തിന് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ തന്നെയല്ല ഈ ഹർഷൻ എന്ന് പറയുന്ന ഒരു മെക്കാനിക് എന്ന് പറഞ്ഞാൽ ഇന്ന് എന്റെ അറിവ് ശരിയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന മെക്കാനിക്കുള്ള ഒരാളാണ്. അപ്പൊ എനിക്കത് എന്റെ കയ്യെത്തും ദൂരത്ത് അങ്ങനെ ഒരു മെക്കാനിക്കും കൂടി ഉള്ളപ്പോ എനിക്കത് ഭയങ്കര ഒരു അനുഗ്രഹമാണ്. തീർച്ചയായും. പിന്നെ ഞാൻ ഈ RD എടുത്ത സമയത്തൊക്കെ എനിക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, എങ്ങനെ ഇത് കൊണ്ടു നടക്കണം, അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇതുപോലെ ഇവരുടെ സപ്പോർട്ട് കിട്ടി ഇപ്പൊ എനിക്ക് യൂസ്ഡ് ആയി. അപ്പൊ അതുപോലെ തന്നെ ഏതൊരു സാധനം എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഫസ്റ്റ് കിരണിനെ വിളിക്കും, കിരൺ ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എന്താ ചെയ്യേണ്ടത്. അപ്പൊ കിരൺ പറയും ചേട്ടാ അത് വേണ്ട, ഞാനിപ്പോ ഇതിന് US സ്പെക്കിന്റെ ഒരു ടാങ്ക്, അതുപോലെ തന്നെ അതിന്റെ ഒരു ഫ്യൂൽ ഗേജ് വരുന്നുണ്ട്. ഈ ടാങ്കിന്റെ ഇതിന്മേ തന്നെ ഫ്യൂൽ ഗേജ് വരും, നല്ല രസമാണ് കാണാൻ. അപ്പൊ എന്നോട് പറഞ്ഞു വിഷ്ണു ചേട്ടാ അതിപ്പോ അതിനെപ്പറ്റി ചിന്തിക്കുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആണ്, ഇതിന് അത്രയും അത് പതുക്കെ നമുക്ക് ആലോചിക്കണം. അപ്പൊ കിരണ് വേണമെങ്കിൽ പറയാം അത് ചെയ്യും, കാരണം ഞാനിത് കൊണ്ടു കൊടുക്കുന്ന എന്തായാലും അവരുടെ അടുത്തായിരിക്കും, അവർക്കൊരു റവന്യൂ ജനറേഷൻ അല്ലേ. പക്ഷെ ആള് ചിന്തിക്കുന്ന അങ്ങനെയല്ല, നമ്മളെ കൂടി പരിഗണിച്ചുകൊണ്ട് ചെയ്യുന്ന വ്യക്തിയാണ് കിരൺ എന്ന് പറയുന്ന ആള്. അപ്പൊ അതൊക്കെയാണ് നമ്മളെ സംബന്ധിച്ച് ഈ ബൈക്ക് കൊണ്ടു നടക്കുമ്പോൾ ഏറ്റവും വലിയ സന്തോഷങ്ങൾ. അതൊക്കെയാണ്. തീർച്ചയായും. എനിക്ക് തോന്നുന്നു അതാണ് നമുക്ക് അങ്ങനെ ഒരു മണി മൈൻഡഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല. നമുക്ക് ഈ വണ്ടിയോടുള്ള പ്രാന്ത് എന്താണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അവർക്ക് വേണമെങ്കിൽ നമ്മളെ 100% യൂട്ടിലൈസ് അല്ലേ, ചൂഷണം ചെയ്യണമെങ്കിൽ എത്ര വേണമെങ്കിലും എന്തെല്ലാം മാർഗങ്ങളുണ്ട്, അവർക്ക് സുഖമായിട്ട് ചെയ്യാം. അപ്പൊ അവര് പറയുന്നതിന് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കില്ല. അവരിപ്പോ പറയുകയാണ് ഇതിന്റെ എഞ്ചിൻ ഇത്ര പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ ഓക്കെ, നമുക്ക് അവരോടുള്ള വിശ്വാസം കൊണ്ട് നമ്മൾ ശരിയും. പക്ഷെ ഇവരങ്ങനെയല്ല, ഇവര് അത് നോക്കി വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളോട് സജസ്റ്റ് ചെയ്യൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ ഇപ്പോൾ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, എടുത്ത് വണ്ടി ഓടിച്ച് ഇപ്പോൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണോ? ഇനി എന്താണ് ഇനി ഞാൻ 100% ബൈക്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് RD ഒന്നും ഓടിച്ചിട്ടില്ലെങ്കിലും കുറച്ച് RDകൾ ഓടിക്കാനുള്ള അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ RDയോട് അത്രമാത്രം ക്രേസ് ഉള്ള ആളാണ് ഞാൻ. ഈ വണ്ടി ഞാൻ ചെന്ന് ഓടിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ആരെടുത്തും സജഷൻ ഒന്നും ചോദിച്ചില്ല. ഞാൻ ഓൺ ദ സ്പോട്ടിൽ എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടതിന്റെ പേരിൽ തന്നെ ഞാൻ അതിന് അഡ്വാൻസ് കൊടുത്തിട്ട് അങ്ങനെ ഈ വണ്ടി എടുത്തു പോകുന്ന ആളാണ്. ടിൽ ഡേറ്റ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ ബൈക്കിൽ. അത് പല ആൾക്കാർ എൻ്റെ വണ്ടിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്, പല ആൾക്കാർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു വണ്ടിയാണ്. അത് ഷേപ്പ് കൊണ്ടാണെങ്കിലും ഫിനിഷ് കൊണ്ടാണെങ്കിലും എല്ലാം കൊണ്ടും. പെയിന്റ് മാറ്റിയിട്ടുണ്ടോ? എനിക്ക് കിട്ടുമ്പോൾ തന്നെയുള്ള പെയിന്റ് ആണ്. പിന്നെ ഇടയ്ക്ക് ഞാനൊന്ന് പെയിന്റ് ചെയ്തിരുന്നു, ഈ റീസ്റ്റോറേഷന്റെ സമയത്ത് ഒന്ന് പെയിന്റ് ചെയ്തിരുന്നു. പിന്നെ ഇനിയിപ്പോ ഞാൻ ഈ ചോദിച്ച പോലെ ഒരു അപ്ഗ്രഡേഷൻ എന്ന് പറയുന്നത് എനിക്ക് പിന്നെ ഉള്ള ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ
US spec ഒരു സീറ്റ് എൻ്റെ ഒരു ആഗ്രഹമാണ്. അതിപ്പോൾ ഞാൻ റീസെന്റ് കിരണായിട്ടൊന്ന് സംസാരിച്ചു. അപ്പോൾ കിരൺ പറഞ്ഞു ചേട്ടാ നല്ലൊരു തീരുമാനമാണ്. അപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് കൂടെ ഒരു പച്ചക്കൊടി കിട്ടിയപ്പോൾ എന്നാൽ പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കാം എന്നുള്ള ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതും ഈ ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് സാധനം കിട്ടുമെന്ന് വെച്ചാൽ കിട്ടും, നമ്മൾ കൊടുക്കേണ്ട എമൗണ്ട് ആലോചിക്കുമ്പോഴാണ് നമുക്ക് നമ്മൾ പിന്നെ ഒന്ന് ബാക്കിലേക്ക് പോകാൻ ശ്രമിക്കും. പക്ഷേ സീറ്റും കൂടി വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഒക്കെ ഒരു US spec ടച്ച് വരും വണ്ടിക്ക് വരും. അതുപോലെ നമ്മളിപ്പം ഹൈ ടോർക്കും ലോ ടോർക്കും അങ്ങനെ വേരിയന്റ് ഇല്ല നമ്മുടെ ഹൈ ടോർക്കും ലോ ടോർക്കും. ഇത് ഹൈ ടോർക്കാണ്. ഓക്കെ നമുക്കിപ്പോൾ ഒരു എത്ര BHP വരെ നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ US spec ഒക്കെ ആണെങ്കിൽ 28 BHP ആണ് വണ്ടിയുടെ പവർ വരുന്നത്. 28 അത് US spec 30 ഒക്കെ പറയാറില്ലേ? അത് 28 എന്നുള്ളതാണ് എന്റെ അറിവ്. ഇനിയിപ്പോ 32 ആണോന്നോ 28 ആണോന്ന് എനിക്ക് തോന്നുന്നു. ലോ ടോർക്ക് 28ഉം US spec ഹൈ ടോർക്ക് 32 തോന്നുന്നു. ഇത് ഞാൻ അത്രയും ഈ വണ്ടിയുടെ കാര്യത്തിൽ അത്രയും നോളജ് ഉള്ള ആളല്ല. എനിക്ക് തോന്നുന്നു പിന്നെ ഇന്ത്യയിൽ ഇറക്കിയപ്പോ അവർ ഇച്ചിരി കുറച്ചിട്ടാണ്. ഞാൻ പറഞ്ഞില്ല ആ ഒരു 3 ഇത് വരുന്നില്ല. ഇന്ത്യൻ സ്പെക് എന്ന് പറയുന്നതിനകത്ത് കുറെ മാറ്റങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു മൈലേജിന്റെ ഒക്കെ ഇഷ്യൂ വന്നപ്പോ അത് കൂട്ടാനൊക്കെ തോന്നുന്നു. വണ്ടി ശരിക്കും ബാൻ ആയത് പൊല്യൂഷൻ ഇഷ്യൂസ് കൊണ്ട് തന്നെയാണ്. പിന്നെ അത് കൂടാണ്ട് ഈ വണ്ടിക്ക് കുറെ ഓമന പേരുകളുണ്ട്. റേസ് ടു ഡെത്ത്, പിന്നെ വിഡോ മേക്കർ എന്നൊക്കെ പറഞ്ഞിട്ട് പല പേരുകളുണ്ട്. അതുമാത്രം അപകടങ്ങൾ വണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിന്റെ സ്പീഡ് കൊണ്ടും അങ്ങനെയൊക്കെ കൊണ്ടൊക്കെ. പക്ഷെ ഇത്രയൊക്കെ ചീത്തപ്പേരുകളെല്ലാം അതിജീവിച്ചും ഇപ്പോൾ തരംഗമായി മാറിയെന്നുള്ളതാണ്. ഈ വണ്ടിക്ക് എനിക്ക് തോന്നുന്നു ഒരു 2005 ശേഷമാണ് ഈ വണ്ടിക്കുള്ള ഡിമാൻഡ് കൂടിയത്. ഞങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടായിരുന്നു ഈ വണ്ടി. എന്റെ എന്റെ അമ്മമാർക്കൊക്കെ ഉണ്ടായിരുന്നു ഈ ബൈക്ക്. എല്ലാരും കിട്ടിയ കാശിന് ഇത് കൊടുത്ത് ഒഴിവാക്കുകയോ ചെയ്തു. അപ്പോ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ മഹേന്ദ്ര സിംഗ് ധോണി ഈ വണ്ടി എടുത്തതോട് കൂടിയിട്ടാണ് ഇതിന്റെ മാർക്കറ്റ് എങ്ങും അല്ലാത്ത രീതിയിലേക്ക് പോയത്. അത് എനിക്ക് തോന്നുന്നു പിന്നെ ബാംഗ്ലൂർ ഡേയ്സിൽ വന്ന ഒരു ഇതിലും അതൊക്കെ ഇമ്പാക്ട് ആണ് ഇതിന്റെ. അതായത് ഈ വണ്ടി പല സിനിമകളിലും ഉണ്ട്. ഈ ബൈക്കിനെ പറ്റി ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഇത് സിനിമയിലുള്ള ആരും നോട്ടീസ് ചെയ്യുന്നത്. ഇപ്പൊ മോഹൻലാലിന്റെ കാലത്തൊക്കെ ഈ വണ്ടി മോഹൻലാൽ യൂസ് ചെയ്യുന്ന പല സിനിമകളും ഉണ്ട്. പിന്നെ ന്യൂജൻ സിനിമകളിലേക്ക് ഈ ബൈക്ക് രാജ്ദൂത് എന്ന് എഴുതി വരുമ്പോഴാണ് ആൾക്കാർ പിന്നെ ശ്രദ്ധിക്കുന്നത്. യമാഹ എഴുതുമ്പോ പെട്ടെന്ന് RX100 എന്നുള്ളൊരു ചിന്തയായിരിക്കും. അതേസമയം ഈ ബൈക്കിനോട് ക്രേസ് അല്ലെങ്കിൽ ബൈക്കിനെ പറ്റി അറിയാവുന്ന ഒരാള് പെട്ടെന്ന് പറയും RD ആണ് എന്ന് പറയും. അതേപോലെ ഇപ്പം എങ്ങനെയാണ് പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും ഒക്കെ ആൾക്കാർ വളഞ്ഞു തുടങ്ങിയോ വണ്ടി? ബൈക്കിൽ ഞാൻ പോകുമ്പോ ഞാൻ പലപ്പോഴും ഞാനിപ്പോ എറണാകുളം സൈഡിലേക്കൊക്കെ പോകുമ്പോ ഈ വണ്ടി നോട്ടീസ് ചെയ്ത് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അത് നമ്മള് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, പക്ഷെ നമ്മളെ ഫോളോ ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി തുടങ്ങുമ്പോഴാണ് സംബഡി നോട്ടീസിങ് അവർ ബൈക്ക് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അങ്ങനെ പല ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. പല ആൾക്കാരും ഫോട്ടോ എടുക്കാറുണ്ട് ബൈക്കിന്റെ. പല ആൾക്കാരും ഈ പറഞ്ഞ പോലെ വണ്ടിയുടെ ഇപ്പൊ ഇന്നലെ ഞാൻ ടൗണിലേക്ക് ആൾക്കാർ ചോദിക്കും ഇത് എവിടുന്ന വണ്ടി, എത്ര രൂപയായി, എവിടെ നിന്ന് കിട്ടി, ഇനി ഉണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഇപ്പോഴും കിട്ടാനുണ്ടോ പാർട്സ്, അങ്ങനെ 100 കുറെ ചോദ്യങ്ങൾ ചോദിക്കും. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ചോറ്റാനിക്കര ഭാഗത്ത് വേറെ ഉണ്ടോ? ഞാൻ ചോറ്റാനിക്കരയില്ല, തിരുവാങ്കുളത്തുണ്ട്. എന്റെ തന്നെ ഒരു ഫ്രണ്ടിന്റെ ഇപ്പൊ ഇവിടെ ഇല്ല, പുറത്താണ്. വരുമ്പോഴൊക്കെ എന്റെ സീനിയറാണ്, എന്റെ കോളേജിലെ സീനിയറാണ്. പിന്നെ അതുപോലെ ബെന്നി എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. പുള്ളി ഇതിന്റെ എന്താ പറയാ, പുള്ളിയുടെ പഴയ ലാസ്റ്റ് എന്റെ അറിവ് ശരിയാണെങ്കിൽ ബെന്നിച്ചയുടെ കയ്യിലാണെന്ന് തോന്നുന്നു RDയുടെ ഇന്ത്യയിലെ ലാസ്റ്റ് വണ്ടി. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ലാസ്റ്റ് വണ്ടി എറണാകുളത്ത് നിന്ന് പുള്ളിക്കാ കിട്ടിയെന്നുള്ളതാണ് എന്റെ അറിവ്. KCE അങ്ങനെ എന്തോ ആണ് നമ്പർ വണ്ടിയുടെ. അത് തിരുവാങ്കുളത്ത് അടുത്ത് തന്നെയാണ് ആളുടെയും വീട്. അതുപോലെ ഇപ്പൊ എന്താ നമുക്കൊരു ട്രിപ്പൊക്കെ പോകാനുള്ള കോൺഫിഡൻസ് ഒക്കെ ആയിട്ടുണ്ടോ? ട്രിപ്പ് പോവാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ ഇപ്പൊ ട്രിപ്പൊക്കെ പോകാൻ? ട്രിപ്പ് ഇപ്പൊ ഈ ഇതിന്റെ മീറ്റപ്പ് പറഞ്ഞിട്ടുണ്ട്. മീറ്റപ്പ് പറഞ്ഞില്ല, ഞാൻ അതിനെപ്പറ്റി ഇതുവരെ ഡിസൈഡ് ചെയ്തില്ല. പിന്നെ കോൺഫിഡൻസിന്റെ പ്രശ്നമൊന്നുമില്ല. നമുക്കിപ്പോ വണ്ടി എന്തായാലും നമ്മൾ അതെപ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. എന്റെ വണ്ടി അങ്ങനെ ഒരു പ്രശ്നം തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്റെ ഈ പറഞ്ഞ ഈ ഫ്രണ്ടിനൊക്കെ അവരൊക്കെ പോകുന്ന ആൾക്കാരാണ്, ട്രിപ്പ് പോകുന്ന ആൾക്കാരാണ്. അങ്ങനെ ഒരു ട്രിപ്പിനോട് അങ്ങനെ ഒരു എന്താ പറയണ താല്പര്യമാണ് അത്രത്തോളം ഇല്ലെങ്കിൽ എനിക്കൊന്ന് പോയാൽ കൊള്ളാമെന്നൊക്കെ എനിക്ക് പറഞ്ഞു. അല്ല, യൂഷ്വലി നമ്മൾ അങ്ങനെ ആണല്ലോ, റീസ്റ്റോറൊക്കെ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യല്ലോ. അതുകൊണ്ട് ആ രീതിയിൽ ചോദിച്ചാണ്. അപ്പോൾ ശരി വിഷ്ണു, നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു റൈഡ് പോയാലോ വണ്ടിയിൽ? പോവാം. ഓക്കെ.
വെയിറ്റ്